ഇന്ന് ഡിസംബർ 23, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനം. രാഷ്ട്രം ഇന്നേ ദിവസം ദേശീയ കർഷക ദിനം അഥവാ കിസാൻ ദിവസായി ആഘോഷിക്കുകയാണ്. നമ്മെ പോറ്റുന്ന മണ്ണിനെയും മണ്ണിനെ പരിപാലിച്ച് അതിൽ പണിയെടുത്ത് നമുക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ വിളയിച്ചെടുക്കുന്ന കർഷകനെയും കുറിച്ച് സംസാരിക്കാൻ ഇന്നത്തെ ദിവസം പോലെ അനുയോജ്യമായ മറ്റൊരു അവസരമുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൈപിടിച്ച് ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഓരോ അരമണിക്ക് പിന്നിലും ഒരു കർഷകൻ്റെ നിശബ്ദ പരിശ്രമം ഒളിഞ്ഞിരിക്കുന്നു എന്ന സത്യം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അത്തരത്തിലുള്ള ഒരു നിശബ്ദ നായകനാണ്. കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ എന്ന കൊച്ചു ഗ്രാമത്തിലുള്ള തൻ്റെ കൊച്ചു കൃഷിയിടം ആത്മാർത്ഥതയോടെ പരിപാലിച്ച് പച്ചക്കറി കൃഷിയിൽ വേറിട്ട രീതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കർഷകൻ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളില്ലെങ്കിലും കുന്നോളം സ്വപ്നങ്ങളുമായി തൻ്റെ കൊച്ചുവയലിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകൻ. പ്രകാശേട്ടൻ എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന മനക്കൽ പുതിയോട്ടിൽ ജയപ്രകാശൻ. പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2011 മികച്ച വാഴ പച്ചക്കറി കർഷകൻ. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ 2014 കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ മികച്ച ജൈവ കൃഷിക്കാരൻ. 2020-21 ഓണക്കാലത്ത് കേരള സർക്കാരിൻ്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മികച്ച കർഷകൻ. 2024 കാർഷിക വികസനത്തിൻ്റെ ഭാഗമായി കർഷക ക്ഷേമ വകുപ്പും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് ജില്ലാ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച പച്ചക്കറി കർഷകൻ. അംഗീകാരങ്ങളുടെ പട്ടിക നീളുകയാണ്. തൻ്റെ കൃഷിരീതികൾക്ക് ലഭിച്ച നിരവധിയായ പുരസ്കാരങ്ങൾക്ക് പിന്നിലെ പ്രചോദനം അദ്ദേഹത്തിന് മണ്ണിനോടുള്ള അടങ്ങാത്ത പ്രണയം തന്നെയാണ്. കൃഷി സംബന്ധമായ തൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കാൻ ഇന്ന് അദ്ദേഹം നമ്മോടൊന്നിച്ചുണ്ട്. ഹഡിറ്റ്യൂഡ് ഫൗണ്ടേഷൻ്റെ റിയൽ പീപ്പിൾ റിയൽ ടോക്ക് എന്ന ടോക്ക് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രകാശേട്ടൻ നല്ലൊരു കർഷകനാണ്, ഞാൻ കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് കർഷകരാണോ നിങ്ങൾക്ക്? അതെ, അച്ഛന് കൃഷി തന്നെയായിരുന്നു. അച്ഛനെ സ്കൂളിൽ അധികമില്ല, 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ കൃഷിയിലേക്കായി. അച്ഛൻ്റെ അഞ്ചന്മാരൊക്കെ വലുതാക്കിയതൊക്കെ ഈ കൃഷി ചെയ്തിട്ട് തന്നെ അച്ഛൻ. അപ്പൊ അത് കണ്ടിട്ട് കണ്ട് അച്ഛൻ ചെറുപ്പത്തിലെ കൃഷി തുടങ്ങി. നമ്മൾ ചെറുതായ സമയത്തും കൃഷിയിലേക്ക് വന്നു. ഈ സ്കൂൾ വിട്ട് വന്നാൽ പച്ചമുളകൊക്കെ പറിക്കുന്ന സമയമായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നേ പോലെയല്ല. അന്നിപ്പം വൈകുന്നേരം വന്ന് സ്കൂളിട്ട് വന്നാൽ ഒരു ലേശം കട്ടൻ ചായ കുടിക്കുക, എന്തെങ്കിലും അവിലോ എന്തെങ്കിലും കിട്ടി അതും കൊണ്ട് വന്ന് നമുക്ക് പിന്നെ ബക്കറ്റൊക്കെ എടുത്ത് ചാക്ക് എടുത്തിട്ട് വയലിലേക്ക് വരികയാണ്. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നോ അന്നും കൃഷി ഉണ്ടായിരുന്നത്? അതെ, ഇവിടെയും കുറച്ച് ഞങ്ങളെ സ്ഥലം തന്നെ മുകളിലെ ഭാഗത്തുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ചെയ്യല്. പിന്നെ പാടത്തിനെടുത്താണ് അന്നും കൃഷി ചെയ്യുന്നത്. അന്നേ ഇഷ്ടമായിരുന്നു കൃഷിയൊക്കെ? ചെറുപ്പം മുതലേ കൃഷിയിലേക്ക്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കർഷകനാവാൻ തന്നെയായിരുന്നോ ഒരു? അങ്ങനെയൊന്നുമില്ല, നമുക്ക് മറ്റെന്തെങ്കിലും കിട്ടണം എന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയപ്പം പഠിത്തം SLC പോയി. SLC കഴിഞ്ഞപ്പോൾ നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഹോട്ടലിൽ അളിയൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഒരു ലേശം ഒരു 6 മാസം അവർക്കൊന്ന് സഹായത്തിന് പോയി നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ആ സമയത്തൊക്കെ അതിന് മുമ്പേ കൃഷിയുണ്ട്. കൃഷി നമ്മൾ ചെയ്യും, നടന്നുകൊണ്ടിരിക്കും. അച്ഛൻ്റെ കൂടെ കൂടിയിട്ടാണ് ചെയ്യുക. ഏട്ടന്മാരും ഉണ്ടാവും. ഞങ്ങൾ കൂടി ചെയ്യലാണ്. കണ്ടക്റ്റായിട്ടാണ് പോയത്. പിന്നെ ആ സമയത്താണ് പിന്നെ 1989 കണ്ടക്റ്റായിട്ട് ലൈസൻസ് എടുത്തു. കണ്ടക്റ്റായിട്ട് കയറി. അങ്ങനെ 20 കൊല്ലം ബസ്സിൽ കണ്ടക്റ്റായി പോയി. ആ കൂട്ടത്തിൽ കൃഷിയുണ്ട്. ഒരു 3 ദിവസം ബസ് പോയി കഴിഞ്ഞാൽ 3 ദിവസം ലീവ് അയക്കും. ആ ലീവ് ദിവസങ്ങളാണ് നമ്മൾ കൃഷിയുടെ ബാക്കിയുള്ള പണികളൊക്കെ നടക്കും. ശരി. അപ്പൊ സഹോദരങ്ങളൊക്കെ എല്ലാവരും വരും. പിന്നെ അന്ന് കായ പറിച്ചെടുക്കാനൊക്കെ അച്ഛൻ ഉണ്ടാവുമല്ലോ. അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടാണ് പറിച്ചെടുക്കുക. നമ്മൾ ബസ് പോണ സമയത്ത് കുടുംബം മൊത്തമായിട്ട് ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചതായിരുന്നു. ശരി. പിന്നെ ഈ സ്ഥലമൊക്കെ സ്വന്തം സ്വന്തം സ്ഥലമാണോ അതോ എങ്ങനെയാണ് ഇപ്പൊ കൃഷി നടത്തുന്നത്? ഈ സ്ഥലം 25 സെന്റ് സ്ഥലമേ എനിക്കുള്ളൂ. വീടായിട്ടുള്ള സ്ഥലം 25 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ കുറച്ച് തെങ്ങും കഴുങ്ങും ഒക്കെ കൂടി ഉണ്ട്. ബാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നത് മുഴുവൻ നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
അപ്പൊ ഈ പാട്ടത്തിനെടുക്കുന്നത് ഈ സ്വന്തമായിട്ടെടുക്കുന്ന നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ സ്വന്തം കൃഷി നടത്തുന്ന സ്ഥലത്ത് കൃഷി നടത്തുന്നതും പാട്ടത്തിനെടുത്ത് നടത്തുന്നതും തമ്മിലുള്ള എങ്ങനെയാണ് പാട്ടത്തിന് ഒരു ഏക്കറയ്ക്ക് 30,000 രൂപ ഒരു ഏക്കറ പിന്നെ കൊടുക്കണം. ഒരു ഏക്കറയ്ക്ക് 30,000 രൂപയാണ് ഒരു ഏക്കർ. അതായത് 2-2.5 ഏക്കറൊക്കെ നമ്മൾ പാട്ടത്തിന് എടുക്കുമ്പോൾ 60-75,000 രൂപയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതായത് അത് ഇതിനകത്ത് നിന്ന് നമുക്ക് ലാഭത്തിൽ വരണം. ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുവരെയും തന്നെ ഇപ്പൊ കുറച്ചായിട്ട് ശേഷം എനിക്ക് ഊരയ്ക്ക് സുഖലരിയായി എന്നെ കൊണ്ട് കുറച്ച് നിന്ന് പോയി. അതിന് മുമ്പേ ഓണത്തിന്റെ സമയത്തേക്ക് പയറ്, വെണ്ട, കയ്പ, ചുരങ്ങിയ, പടവലം, കക്കിരി, വെള്ളേരി, അങ്ങനെ എല്ലാ ഇനം പച്ചക്കറികളും ഉണ്ടാവും. അപ്പൊ ഓരോ സീസണിലാണോ ഇങ്ങനെ കൃഷി? നമ്മള് മഴ തുടങ്ങുന്ന സമയത്ത് ജൂൺ മാസത്തിലാണ് കൃഷി ആദ്യം തുടങ്ങുക. അത് ചെയ്ത് ആ ഓണത്തിന്റെ സമയത്തേക്ക് കായാവും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മള് ഒരു ഈ സമയത്ത് ഈ നവംബർ മാസത്തില് ശീതകാല പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ ആണ്. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ആദ്യം നമ്മൾ ചെയ്തിരുന്നു, 1-2 വർഷം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതിന്റെ പെട്ടെന്ന് കളകൾ പൊന്തി വരുന്നതിനെ കൊണ്ട് ആ ക്യാരറ്റും ബീട്രൂട്ടും ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി കാബേജും കോളിഫ്ലവറും ചെയ്യാറുണ്ട്. പക്ഷെ കാബേജ്, കോളിഫ്ലവർ ഒക്കെ ഞങ്ങനെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണാം അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ അത്ര തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അതും വ്യത്യാസം ഉണ്ടാവോ? മകരമാസത്തിലേക്കുള്ള തണുപ്പിന് കണക്കാക്കിയിട്ടാണ് നമ്മള് നവംബർ മാസത്തിലാണ് ഈ തൈകൾ ഉണ്ടാക്കി നടുന്നത്. 2 മാസം മതി വിളവെടുക്കാൻ. കാബേജും കോളിഫ്ലവറും 2 മാസം കൊണ്ട് വിളവ്. അതായത് മകരമാസത്തിലേക്കാണ്, ജനുവരി മാസം ഒരു പകുതി ശേഷമാണ് ഇത് വിളവെടുക്കാൻ കഴിയുക. ആ സമയത്ത് വിളവെടുക്കാം, നമുക്ക് നന്നാക്കി കിട്ടലുണ്ട്. ഏറ്റവും നല്ല രീതിയിലാണ് കിട്ടുക. പക്ഷെ കാബേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന കാബേജ് ഇതുകൂടി നമുക്ക് രാവും പകലുമുള്ള വ്യത്യാസങ്ങളാണുള്ളത്. അത് ശരി. നല്ല ഉറപ്പുണ്ടാവില്ല. കാബേജ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന കാബേജ് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് കൂടും. ഇത് സോഫ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കണേ. അപ്പൊ ഇതാണ് നല്ല കാലാവസ്ഥ കാബേജിനൊക്കെ. നമ്മുടെ കാലാവസ്ഥ തണുപ്പാണ് വേണ്ടത്. തണുപ്പുണ്ടെങ്കിലേ നല്ലോണം ഫിറ്റ് ആയിട്ട് വരുള്ളൂ. കൂടി കാബേജ് ഇലകൾ തന്നെ ഉള്ളിൽ തെങ്ങി വരിക ചെയ്യുന്നത്. പല ആൾക്കാരും വിചാരിക്കും ഇത് മൊത്തം ഇല കൂടി വരികയാണ് ചെയ്യും വിചാരിക്കും. അങ്ങനെയല്ല, ഒരു ഇല അങ്ങനെ വന്ന് ഉള്ളിൽ ഇങ്ങനെ തിങ്ങും. അത് തിങ്ങി പിന്നെ ഇങ്ങനെ വികസിച്ച് വരിക. അല്ലാതെ ഈ ഇല തന്നെ കൂടി വരിക എന്നാ പലരുടെ വിചാരങ്ങളുള്ള അങ്ങനെയാണ്. ശരിക്കും കാബേജ് ഒരു 4 ഇല കൊണ്ട് വരും. വന്നു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സമയത്തിന് സമയത്ത് ഒരു ഇല വന്ന് ഇങ്ങനെ കൂടി നിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ ടൈറ്റായി വന്ന് അതാണ് കാബേജായി മാറിയത്. ഒരുപാട് വെള്ളം വേണ്ടി വരില്ലേ ഈ കൃഷി നടത്താനുള്ളതൊക്കെ? നമ്മള് ഇപ്പം വെള്ളത്തിന് നമ്മൾ വേനൽക്കാലത്ത് ഒരു ഫെബ്രുവരി മാസത്തിലേ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുള്ളൂ. ഇവിടെ ഇപ്പോൾ വെള്ളമുണ്ട്. മഴവെള്ളമായിട്ടും ഇവിടെ നമുക്ക് കിട്ടും, വെള്ളമുണ്ട്. പിന്നെ ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴേക്ക് പിന്നെ കിണറോ കുളമോ ആശ്രയിക്കണം. അത് മോട്ടർ വെച്ചിട്ടാണ് നനയ്ക്കുക. അപ്പോൾ കേരളത്തിൽ പൊതുവെ കൃഷി അത്ര ലാഭകരമല്ലാന്നാണ് കേട്ടുകളുള്ളത്. അപ്പോൾ പ്രകാശേട്ട അഭിപ്രായത്തിൽ എന്താണ് ലാഭകരമാക്കാൻ എന്തൊക്കെ ചെയ്യണം? ലാഭകരമല്ല എന്ന് പറഞ്ഞാൽ കൃഷി നല്ല രീതിയിൽ പോവുകയാണെന്ന് ലാഭകരമൊക്കെയാണ്. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലാഭകരമല്ലാതെ ആവുന്നതിന് കാരണങ്ങൾ നമ്മളെ പണിക്കൂലി അധികമാണ്. ഇവിടെ ഒരു ദിവസം ഒരാളെ കൂലിക്ക് 1,200 രൂപ ചെലവ് വരും. ആകെ 6 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, എടുക്കുള്ളൂ. അതിന് 1,200 രൂപ അങ്ങനെ കൂലി കൊടുത്ത് ഇവിടെ എടുപ്പിക്കുമ്പം അതിൻ്റെ ലാഭം ഇവിടെ വരില്ല. കുറച്ച് ഞാൻ എടുക്കും. നമ്മൾ 6 മണിയാകുമ്പോഴേക്ക് വയലിലേക്ക് ഇറങ്ങുക, നമ്മൾ തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ തോനെ പണി വരുന്ന സമയത്ത് ആളെ വിളിക്കും. അവരെ കൊണ്ട് ബസ്സിൽ കൊത്തി കിളയ്ക്കാനുള്ള ആ പണിക്കൊക്കെ ആളെ വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ടില്ലർ പൂട്ടലൊക്കെ നമുക്ക് ടില്ലറുണ്ട്. ആ ടില്ലർ എടുത്ത് നമ്മൾ പൂട്ടും, വേനലായ പൂട്ടും, തന്നെ പൂട്ടും. അതാണ് ആ പണിക്കാണ്. പിന്നെ കള്ളിയാക്കി വാരകളായിട്ട് എടുക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ടത്, ആളെ വേണ്ടത്. അത് ഒരുമിച്ച് എടുക്കണമല്ലോ. തോന്നിയ സ്ഥലമുള്ളതിനെ കൊണ്ട് 1-2 കുറച്ച് സ്ഥലമാണെങ്കിലും പ്രശ്നമല്ല. നമ്മളെ ആളെ വിളിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാനുള്ള കൂലി നമുക്ക് എത്തൂല. പിന്നെ അതിന്റെ ഇടയിൽ ഈ മയില്, പന്നി, ഇതിന്റെ ബുദ്ധിമുട്ടുകളാണ്. അതാണ് നമ്മൾ ഉണ്ടാക്കി തൈകളായി വരുന്ന സമയത്താണ് ഈ മയിലും പന്നിയും വന്ന് അത് നശിപ്പിക്കുന്നത്. കാലാവസ്ഥ അതും കുഴപ്പങ്ങൾ വരും. ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം പന്നി, മയില. കാലാവസ്ഥനെക്കാട്ടും
കുഴപ്പം കാലാവസ്ഥ ഇവിടെ എന്തെങ്കിലുമൊക്കെ തരണം ചെയ്ത് കൊണ്ടുവന്നാലും പിന്നെ വലുതായി വരുമ്പോഴേക്ക് പന്നി മയിലാണ് ഒക്കെ നമ്മൾ നശിപ്പിച്ചു പോണത്. അതുകൊണ്ട് ഇപ്പം ഈ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് വരുന്നത്. ഒന്നെങ്കിൽ ഈ പന്നി മയില് ഒക്കെ ഒഴിവാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എന്താന്ന് പറഞ്ഞാല് ഇപ്പം വെടിവെച്ച് പന്നീനെ വെടിവെച്ച് കൊല്ലലും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. മയിലൊന്നും ചെയ്യാൻ പറ്റൂല. അതിനിപ്പം ഇവര് നമ്മളെ ഇവര് പിടിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങള്. ഇതിന് പരാതി കൊടുക്കാറുണ്ടോ? പരാതി കൊടുക്കലുണ്ട്, കൊടുത്തിട്ട് കാര്യമില്ല, ഒരു കാര്യവും നടപടിയും വരാറില്ല. നമ്മള് മുകളിലേക്കൊക്കെ കൊടുത്തു നോക്കി മയിലിനെ പറ്റിയിട്ടുള്ള. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പരാതി കൊടുത്തിരുന്നു, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ്. അതെല്ലാം അവര് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറയും, അവരെത്തൂല. ഈ മയിലിനെ പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു രക്ഷയെ ഉള്ളൂ. പക്ഷെ ഇപ്പം പിടിച്ചാലും നിൽക്കൂല എന്നുള്ള എല്ലാ ഭാഗത്തും മയിലാണ്. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ മയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് അത് വരാൻ കാരണം, മയിൽ നമ്മളെ ഇവിടേക്ക് വരാൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മലകളും മുഴുവൻ ഫ്ലാറ്റുകളും ഒക്കെയായി. ഇപ്പം ഇല്ല ഇവിടെ വന്നു. ജില്ലയിൽ അവിടെയാണ് മയിലുകൾ തോന്നുന്നുണ്ടായിരുന്നത്, ഈ പന്നികളും ഉണ്ട്. അത് ആ മലയാണ് ഇടിച്ചു നിർത്തി ഫ്ലാറ്റുകളും ഒക്കെ വന്നത്. അതുകൊണ്ട് അവിടുത്തെ മയിലൊക്കെ ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ അങ്ങോട്ട് ചെന്നതിനെ കൊണ്ട് അവരിങ്ങോട്ട് പോകും. വ്യത്യാസം. അതിനെക്കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കണിവെള്ളരി കൃഷിയിലെ കുറച്ച് വിജയം കണ്ടെത്തിയ അല്ലേ പ്രകാശ് ചേട്ടൻ? അപ്പോൾ അതില് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ടിവിയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതില് വിജയം ആണോ, സന്തോഷമാണോ ആ കണിവെള്ളരി കൃഷിയുടെ സമയത്ത്? കണിവെള്ളരി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 19 വർഷമായി കണിവെള്ളരി കൃഷി ചെയ്ത് തുടങ്ങിയിട്ട്. അത് നമ്മൾ ആദ്യ കാലത്ത് സാധാരണ വെള്ളരിയായിരുന്നു. അതിൻ്റെ അന്നൊരു ചെറിയ നിറവ്യത്യാസത്തിൽ മഞ്ഞ കളറിലുള്ള ഒരു കായ കണ്ടപ്പോൾ അത് നമ്മൾ കൗതുകമായിട്ടെടുത്ത് മാറ്റി വെച്ച് അതിൻ്റെ വിത്തെടുത്ത് വെച്ച് പിറ്റാത്ത കൊല്ലം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ കണിവെള്ളരി, ഈ മഞ്ഞക്കായ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വരയുള്ള സൈസ് സാധാ വെള്ളരിയാണ് നമ്മൾ കണി വെച്ച് പോകുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഉരുത്തിരിഞ്ഞ് വന്ന ആ വെള്ളേരി മാറ്റി വെച്ച് അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചാണ് നമ്മൾ നീളത്തിൽ ചെയ്യുന്ന അന്നത്തെ വെള്ളേരി. പിന്നെ അതൊക്കെ കൂടി ഉരുണ്ട് വന്ന് ബോള് പോലെയായി, വ്യത്യാസം വന്നു. നമ്മൾ സ്വന്തം വിത്ത് എടുത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ആ വിത്ത് നട്ടിട്ടാണ് ഫെബ്രുവരി മാസം 10-ാം തീയതി ആകുമ്പോഴാണ് വിത്ത് നടുക. അത് നട്ട് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽക്ക് നമുക്ക് കായ പറിക്കാം. ഫെബ്രുവരി 10-ന് നട്ടാൽ ഏപ്രിൽ 1-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ കുറേ കായകൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് നല്ല വിജയമാണ് അത്. പക്ഷേ കാലാവസ്ഥ നമ്മളെ ചതിച്ചിട്ടില്ല. മഴ ഒന്നും പെയ്യാതെ കിട്ടുകയാണെങ്കിൽ നല്ല ഇതിനെന്താ പൊടി ഉള്ള മണ്ണാണ് ഏറ്റവും പ്രധാനം. എന്ത് പന്നിയുണ്ട്, മയിലും വരും. അതിന് നമ്മൾ ചുറ്റുപാടും വലയോ അല്ലെങ്കിൽ നെറ്റോ എന്തെങ്കിലും വലിച്ച് കെട്ടി, മറ്റേ പച്ച നെറ്റ് ഉണ്ടല്ലോ, ആ പച്ച നെറ്റൊക്കെ സൈഡിൽ വലിച്ച് കെട്ടിയിട്ടാണ്. പിന്നെ പടകം പൊട്ടിക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. രാത്രി സമയത്ത് പന്നിക്കിപ്പം പടകം പൊട്ടിക്കുക ചെയ്യുക. പിന്നെ അതേപോലെ പന്നിക്ക് അത് ചെയ്യും. പകല് മയിലാണ്. നേരം വെളുക്കുമ്പോഴേക്ക് മയിലെത്തും. അപ്പോഴേക്ക് അത് നമ്മൾ അതിനും പടകം പൊട്ടിച്ചൊക്കെ ഒഴിവാക്കുക ചെയ്യല്, അല്ലെങ്കിൽ സൈഡ് മറച്ച് കെട്ടുക, അങ്ങനെ ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ കണിവെള്ളരി നല്ല വിജയത്തിലാണ് നമുക്ക് ഇത്രയും കാലം നിന്നത്. ഞാൻ ഒരുമിച്ച് കുറച്ച് ദുബായിലേക്ക് കൊടുക്കലുണ്ട്. ഇപ്പോൾ 19 കൊല്ലമായിട്ട് അവര് വരും. ഒരു കുണ്ടോട്ടിയുള്ളൊരു ആളുണ്ട്, അയാൾ വന്ന് ഇവിടെ വന്ന് അയാൾക്ക് സെലക്ട് ചെയ്ത് നല്ല കായ, അയാൾക്ക് പ്രത്യേക ഒരു സൈസ് കായ ഉണ്ട്. ഉരുണ്ട കായല്ല, ലേശം നീളം കൂടിയ സൈസ് കായാണ്. അത് 5 കായ ബാഗിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകുക. അവർ കുറച്ച് കായ കൊണ്ടുപോകും. 1000-1500 കായൊക്കെ അവർ കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റിലയൻസിനാണ് കണിവെള്ളരി. പിന്നെ നമ്മൾ ലോഡ് കണക്കിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 7000 കിലോ റിലയൻസിന് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഇവിടെ വന്നിട്ട് പിന്നെ മറ്റേ റെസിഡന്റ് അസോസിയേഷൻ അങ്ങനെയുള്ള പല ടീമുകളും വന്നു പോകും. പിന്നെ നമ്മൾ കണിവെള്ളരി അങ്ങനെയാണ്, ഇവിടെ വന്ന ആൾ വന്ന് എടുത്തു പോകും. നമ്മൾ പിന്നെ കോഴിക്കോട്ടേക്ക് ടൗണിലേക്കൊന്നും എത്തിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ വന്നിട്ട് ആൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. റിലയൻസിന് സ്വന്തം നമ്മൾ അവൻ്റെ എറണാകുളം പിന്നെ ഗോഡൗണിലേക്കോ അല്ലെങ്കിൽ പൊള്ളാച്ചി ഗോഡൗണിലോ, അത് 2 സ്ഥലത്തേക്കും നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തൂക്കി നമുക്ക് വിരൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സാധനം എടുക്കുള്ളൂ. അത്യാവശ്യം നല്ല വില കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം 54 രൂപ കഴിഞ്ഞ കൊല്ലം കിലോയ്ക്കാണ് അവർ വില ഇടുക. അവരായിട്ട് നമ്മളിപ്പം പിന്നെ ഒരു 14 കൊല്ലമായി
റിലയൻസിന് സ്ഥിരമായിട്ട് കൊടുക്കുന്നു. നല്ല മണ്ണാണ്, അതിന് പറ്റിയ മണ്ണാണ്. മണ്ണ് നമ്മൾ അത് കൊണ്ടുപോയിട്ട് കൃഷിഭവനിലേക്ക് കൂടി ചെക്ക് ചെയ്യണം. മണ്ണ് പരിശോധന നടത്തലുണ്ട്. അതിൽ ഏത് വളങ്ങളാണ് കുറവ് വെച്ചാൽ നോക്കും. നമ്മുടെ ഇവിടെ പൊട്ടാഷ്യൻ്റെ കുറവാണ് ഏറ്റവും തോന്നെ നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ബോറോന് ഒക്കെയാണ് സൂക്ഷ്മമൂലകങ്ങളും കുറവാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ടും വളം എങ്ങനെയാണ് ചേർക്കുന്നത്? ഈ മണ്ണ് നന്നാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പച്ചക്കറിക്ക് വേണ്ടിയിട്ടും രാസവളങ്ങളും ജൈവവളങ്ങളൊക്കെ ചേർക്കാറുണ്ടാവുമല്ലോ? തോനെയും ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും തോനെ ജൈവവളമാണ്. ചില സമയത്ത് നമുക്ക് അല്ല മണ്ണ് പരിശോധന നടത്തുന്ന സമയത്ത് അതിൻ്റെ അത് പെട്ടെന്ന് പൊട്ടാഷ് കുറവ് കണ്ടാൽ നമുക്ക് ജൈവവളം കൊടുത്ത് ചാരം എടുത്ത് കൊടുത്തില്ലെങ്കിൽ അത്ര നമുക്ക് പൊട്ടാഷ് കിട്ടൂല. അതിനെക്കൊണ്ട് പെട്ടെന്ന് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാലേ ആ വിളയ്ക്കുമ്പോൾ നല്ല രീതിയിലേക്ക് വിളവ് കിട്ടാൻ സാധിക്കുള്ളൂ. അതിനുകൊണ്ട് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കും. ജൈവവളം ഏറ്റവും തോനെ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങളാണ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ രാസവളങ്ങളും ജൈവവളങ്ങളും ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് അത് എന്തെങ്കിലും നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ രാസവളം ഉപയോഗിച്ചാൽ ജൈവ കൃഷി തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ട് പ്രകാശേട്ടൻ്റെ അഭിപ്രായം? അത് ഏറ്റവും നല്ലത് ജൈവ കൃഷിയാണ്, ജൈവവളങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ ജൈവവളങ്ങൾ ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനം ജൈവത്തിൽ ചാരാണ് നമുക്കത് ഇതിന് പകരം ഉപയോഗിക്കുന്നത്. ചാരം നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഈ ചാരത്തിന് പകരം പൊട്ടാഷിന് പകരം ചാരാണ് ഉപയോഗിക്കുന്നത്. ചാരം എന്ന് പറഞ്ഞാൽ 1 കിലോ പൊട്ടാഷ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഒരു ചാക്ക് ചാരം കിട്ടിയാലും മതിയാവില്ല. അത്രയും അധികം വേണം നമുക്ക് ചാരം. അത് ഇവിടെ കിട്ടൂല. കിട്ടാത്തൊരു ഇത് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഉപയോഗിക്കാൻ തന്നെ വേണ്ടി വരും. വിളവ് കിട്ടാൻ അങ്ങനത്തെ പച്ചക്കറിക്കും ഈ ജൈവകൃഷി പച്ചക്കറിക്കും തമ്മിലുള്ള ഗുണത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഗുണത്തിന് പറഞ്ഞാൽ ലേശം രാസവളങ്ങൾ കൂടുമ്പോൾ നമ്മളെ ഹെൽത്ത് ലേശം മോശമാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത് മുഴുവൻ കാര്യങ്ങൾ. പക്ഷേ അത് വിചാരിച്ച് ഏറ്റവും ദോഷം പോലെ ചെയ്യുന്നത് കീടനാശിനികളാണ്. കീടനാശിനി നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഫെറമോൺ കെണി, മഞ്ഞക്കണി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പഴക്കണി, ഇങ്ങനെയുള്ള ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഏറ്റവും തോനെ ഉപയോഗിക്കുക. ഏറ്റവും തോന്നിയെന്ന് പറഞ്ഞാൽ പയറിനാണ്. ഏറ്റവും പയർ, വെണ്ട വരും. ഇപ്പം കുക്കുംബറൊന്നും അത്ര കീടനാശിനികൾ ആവശ്യമില്ലാത്തൊരു ഇതാണ്. പിന്നെ കാബേജ്, കോളിഫ്ലവറിന് ലേശം വരുന്നുണ്ട്. അത് ആദ്യം മതി, അവസാനത്തേക്ക് വേണ്ട ആവശ്യമില്ല. കാബേജ് ഒന്നും നമ്മൾ പല ആൾക്കാരും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്തത് ചെയ്യണം. മുകളിലുള്ള ഇലകൾ പൊളിച്ച് ഒഴിവാക്കുക. 1-2 മുകളിലുള്ള ഇലകൾ പൊളിച്ച് ഒഴിവാക്കിയിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല. ഉള്ളിലേക്ക് ഒരു വിഷാംശം വരില്ല. വേരിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന വിഷാംശം ഇതിൻ്റെ അകത്തേക്ക് എത്തുള്ളൂ. അതിപ്പോൾ അടിയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇവിടെയൊന്നുമില്ല. തമിഴ്നാട്ടിലൊക്കെയാണ് ഫോറേറ്റ് പോലത്തെ പല സാധനങ്ങളും വേരിന് കൊടുക്കുന്നത്. നമ്മളെ ഈ നാട്ടിലൊന്നും ഇങ്ങനത്തെ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. കീടനാശിനികൾ ഇവിടെ ചെയ്യുന്നത് സ്പ്രേ കൊടുക്കില്ല. സ്പ്രേ കൊടുത്താൽ പുറത്തേ സ്പ്രേ വരുള്ളൂ, ഉള്ളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പച്ചക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അതെങ്ങനെ വിപണിയിലേക്ക് എത്തിക്കുന്നത്? അത് വില കിട്ടുന്നത് നോക്കിയിട്ടാണോ? എങ്ങനെയാണ് വിലക്ക് വിലയൊക്കെ നിശ്ചയിക്കുന്നത്? നമ്മള് മാർക്കറ്റ് വില ഏകദേശം നമുക്ക് ഇപ്പം പറഞ്ഞാല് എത്രയോ കാലങ്ങളായിട്ട് പയർന്ന 50 രൂപ 60 രൂപ തന്നെയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് ഒരു മാറ്റം വരാത്തൊരു പച്ചക്കറിക്ക് മാത്രം വിലകൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 100 രൂപ വരെയൊക്കെ വരും ഏറ്റവും കൂടിയാൽ. സാധനം തോനുള്ള സമയത്ത്, അധികമുള്ള സമയത്താണ് നമുക്ക് വില ലേശം കുറഞ്ഞു വരും. അല്ലെങ്കിൽ പയറൊക്കെ 50-60 രൂപയാണ് ഇപ്പോഴത്തെ വില. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് പറിച്ച് നമ്മളെ പെരുവേല അങ്ങാടിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജംഗ്ഷൻ പോലത്തെ ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഒരു ഷീറ്റ് വിരിക്കുക. ആ നാട്ടിൽ തന്നെ ഒരു റോഡ് സൈഡിൽ നല്ലൊരു സ്ഥലം നോക്കി അങ്ങാടി പോലത്തെ സ്ഥലത്ത് ഏതെങ്കിലും ഷോപ്പ് പൂട്ടിക്കിടക്കുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ഷീറ്റ് വിരിച്ചിടും. ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ പച്ചക്കറി കൊണ്ടുപോയി അവിടെ ചെയ്യും. ഒരു ഗ്ലാസ് വെക്കുക, നമ്മൾ എന്നെ തൂക്കി കവറിലാക്കി കൊടുക്കുക. എന്നിട്ട് അന്നത്തെ പൈസ കയ്യിലെത്തും. നമുക്ക് കൃത്യമായിട്ട് വില കിട്ടുന്നുണ്ട്. നേരിട്ട് കൊടുക്കുക. അത് ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ആരും ചെയ്യല്ലായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ചെയ്ത് തുടങ്ങി. കൃഷി ചെയ്യുന്ന ആൾക്കാർ സ്വന്തം വിൽപ്പന നടത്തി തുടങ്ങി. അതുകൊണ്ട് വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ റിലയൻസ് പോലത്തെ കമ്പനികൾ ഇഷ്ടംപോലെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ
ഉള്ള ആൾക്കാർ ആയോ എന്ന് വന്ന് ഇവിടെ വന്ന് കൊണ്ടുപോയി. പ്രകാശിട്ട ഈ കൃഷി രീതികളിൽ ഇപ്പോൾ സാധാരണ കാണുന്നതല്ലാതെ പ്രത്യേക വേറെ എന്തെങ്കിലും കൃഷികൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ടുണ്ടോ, പരീക്ഷിച്ചിട്ടുണ്ടോ? സാധാരണ പച്ചക്കറികൾ നമ്മളിവിടെ കാണുന്ന അല്ലാത്ത വേറെ അതുപോലെ തേനീച്ച കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് സാധാരണ ലെവലിലല്ലാത്ത വേറെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ പ്രകാശത്തിന്? ഞാന് ഇവിടെ കൂൺ കൃഷി ചെയ്യുന്നുണ്ട്. അത് ശരി. നമ്മൾ ആദ്യം ചെയ്തിരുന്നു. പിന്നെ കൃഷിഭവന്റെ അന്ന് ഡിപ്പാർട്ട്മെന്റ് വകയിൽ ഒരു 8,000 രൂപ കൂൺ കൃഷിക്കുള്ള ഒരു സബ്സിഡി കിട്ടിയിരുന്നു. അത് ശരി. അങ്ങനെ ഒരു ഷെഡൊക്കെ റെഡിയാക്കി അതിൽ കൂൺ കൃഷി നടത്തി പാൽക്കൂണയിൽ അന്ന് ചെയ്തിരുന്നു. പാൽക്കൂൺ ചെയ്ത സമയത്ത് നമ്മൾ ഈ വൈക്കോലാണ് ചെയ്യാം. വൈക്കോല് ചെയ്യുന്ന സമയത്ത് വൈക്കോല് പുഴുങ്ങി എടുക്കണം. പുഴുങ്ങി എടുത്തിട്ടാണ് ചെയ്യുക. ആ സമയത്ത് വിത്ത് കിട്ടണം. വിത്ത് നമ്മളെ കയ്യിലില്ല, അത് വാങ്ങി വരണം. അങ്ങനെ ഒരു പ്രാവശ്യം വൈക്കോല് റെഡിയാക്കി വെച്ചു, പുഴുങ്ങിയെടുത്ത് വിത്ത് കിട്ടും എന്ന് പറഞ്ഞ വിത്ത് കിട്ടിയില്ല. അന്നേരം വൈക്കോല് നഷ്ടപ്പെട്ടു പോയി. വൈക്കോലിന് ഭയങ്കര വിലയാണ്. ആ വൈക്കോല് നഷ്ടപ്പെട്ടു പോയി എന്നുകൊണ്ട് അതില് ഈ കൂൺ കൃഷി അവിടെ നിർത്തി. നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ കൂൺ വിത്ത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ കൃഷി നടത്തിയപ്പോ വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റു. പിന്നെ വിത്ത് കിട്ടാത്തതിനെ കൊണ്ടാണ്. കൂൺ കൃഷി മോശമൊന്നുമില്ല, അത്യാവശ്യം സ്ഥലത്തല്ല. പിന്നെ ഇപ്പം കൃഷിഭവന്ന് ഒരു 2 മാസം മുമ്പേ നമുക്ക് ഒരു കൂണിന്റെ 2 പാക്കറ്റ് വിത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തു. അത് ചിപ്പിക്കൂനാണ്. ചിപ്പിക്കൂന്റെ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ അത് 2 പാക്കറ്റ് വിത്ത് കിട്ടി. ആ 2 പാക്കറ്റ് വിത്തും ഞാൻ വീട്ടിലവിടെ വെച്ചു. അതിൽ കൂനുണ്ട്. ഇപ്പൊ ഉണ്ട് കൂന്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കവറിനകത്ത് ഒരു 4-5 കൂന്. അത് ഒരു 5 പ്രാവശ്യം ഞാൻ പറിച്ചെടുത്ത് പോയതാ. ലാസ്റ്റ് ഉണ്ടാവുന്ന ഒരു 3-4 ഇവിടെ പാക്ക് ചെയ്ത് ഷോപ്പിൽ കൊടുത്താൽ വാങ്ങും, ആള് വാങ്ങും. അല്ലെങ്കിൽ സ്കൂളുകൾ, നമ്മളെ ഏറ്റവും വലിയ ഇപ്പം പെരുവേൽ സ്കൂള് നമ്മളെ പച്ചക്കറിക്ക് ഒരു കേന്ദ്ര നമുക്ക് വിൽപ്പനയ്ക്കില്ല. കുട്ടികൾക്ക് പെരുവേൽ സ്കൂളിൽ ഞാൻ 2011 മുതൽക്ക് സ്കൂളിൽ കൃഷി നടത്തി കുട്ടികളെ കൂടി ചെയ്ത് കാണിച്ചു കൊടുത്തു. നമ്മള് അവിടെ നെൽകൃഷി ചെയ്തു. നാട്ടിപ്പാട്ടൊക്കെ ആയിട്ട് അവരിനെ ഒന്ന് പ്രോത്സാഹനം കൊടുത്ത് MLA ഉദ്ഘാടനം ഞങ്ങൾ അങ്ങനെ ചെയ്തു. അത് ആ നെല്ല് വിളവെടുത്ത് അതിനെ കൊണ്ടുള്ള പുത്തരി ചോറ് ഉണ്ടാക്കി സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാവരും സദ്യയാക്കി നടത്തി. 2012 മാതൃഭൂമി സീഡ് അവാർഡ് സ്കൂളിന് കിട്ടി. അവിടെ 17 വിധം ഐറ്റം പച്ചക്കറികൾ ഉണ്ടാക്കിയിരുന്നു. കുട്ടികളെ കൂട്ടിയിട്ട് അവർക്ക് ക്ലാസ് കൊടുത്ത് അവരെ കൊണ്ട് മുന്നേ 2012 സീഡ് അവാർഡ് പെരുവേൽ സെന്റ് സേവിയർ സ്കൂളിന് കിട്ടിയത്. അത് കിട്ടി. പിന്നെ ബെസ്റ്റ് PTA അവാർഡും കിട്ടിയ കൊല്ലം അവർക്ക്. PTA കൂടിയിട്ടാണല്ലോ കൃഷി ചെയ്തത്. അതിനെക്കൊണ്ട് ബെസ്റ്റ് PTA അവാർഡും കിട്ടി. അങ്ങനെ സ്കൂളിൽ അങ്ങ് ചെയ്ത് കൊടുത്തു. പിന്നെ അന്ന് മുതൽക്ക് അവിടെ സ്കൂളിൽ വിൽപ്പന നടത്തി ഞങ്ങൾ കുറച്ച് കുട്ടികളെ കൃഷി 18,000 രൂപയ്ക്ക് ഒരു കൊല്ലം വിൽപ്പന. സ്കൂളിലേക്ക് ആവശ്യത്തിന് എടുത്തതിന്റെ പുറമെയാണ് 18,000 രൂപയ്ക്ക് വിൽപ്പന നടത്തി പുറത്ത് വിറ്റു. അങ്ങനെ അതൊക്കെ ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറി ടീച്ചർമാർക്ക് എത്തിച്ചു കൊടുക്കും. നമ്മൾ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ അവര് അവിടെ കാത്തുക്കും. ഇന്ന ദിവസം ചെല്ലുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാത്തുനിന്ന് ഒരു പച്ചക്കറി കൊണ്ടുപോകും. അല്ല, ഞാനത് കണ്ടിന്യൂ ചോദിക്കട്ടെ, ആ കുട്ടികൾക്ക് പിന്നീട് ഇൻട്രസ്റ്റ് ആയി തോന്നിയിട്ടുണ്ടോ? അവർക്ക് നല്ല താല്പര്യമൊക്കെയാണ്. പക്ഷെ എന്താ വെച്ചാല് ഇപ്പം ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ചളിയിലെ കുട്ടികൾ ഇറക്കിയ രക്ഷിതാക്കള് വഴക്ക് പറയുന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്തെ ടീച്ചർമാർക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു കുട്ടീനെ ഒന്ന് നോക്കിയാൽ തന്നെ കേസാണ്. നമ്മൾ ഇടപെട്ടതാണ്. 2-3 സ്കൂളെ ടീച്ചർമാരെ കേസിലും ഇവിടെ ഇടപെട്ടു. ചെറിയൊരു കാര്യത്തിനും രക്ഷിതാക്കള് പരാതിയായിട്ട് പോണ ഒരു അവസ്ഥയാണ് ഇപ്പൊ. അതിനെ കുട്ടികളൊന്നും പറയാനോ, ചളിയിൽ ഇറക്കി കഴിഞ്ഞാൽ കേസ് വന്നാൽ കുടുങ്ങി ടീച്ചർമാർ. അതുകൊണ്ട് അവർക്ക് നിർബന്ധിക്കാൻ പറ്റൂല. നമ്മൾ എന്നാലും കുറച്ചൊക്കെ ചില ടീച്ചർമാർ വിളിക്കും, അവിടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ പുതിയ കുട്ടികൾക്ക് ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ പുതിയ യുവാക്കളായിട്ടുള്ള ആൾക്കാരോ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു തമാശ രൂപത്തിലാണ് കുട്ടികളൊക്കെ ശീലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് അവർക്ക് അന്നേരം ഒരു കളിക്കാനുള്ളൊരു ഭാഗമായിട്ടാണ് അന്ന് ഞാൻ കണ്ടത്. സ്കൂൾ ലെവലിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാനുള്ളൊരു പഠന സമയം ആ സമയം കിട്ടും. പിന്നെ കുട്ടികൾക്ക് അന്നേരം ഒരു ഇതായിട്ട് ഒരു ഇതിൽ കിട്ടുകയെന്നില്ലാതെ ഇത് ഇന്ന നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണെന്നോ, അത് വേണം, ഇനി മുതൽക്ക് നമുക്ക് വേണം എന്നുള്ള ചിന്തയോ അതൊന്നും കുട്ടികൾക്ക് മനസ്സിൽ ആയിട്ടില്ല. അപ്പം ഞാൻ തന്നെ ഒരു കുട്ടീനോട്
പിന്നെ വാഴക്കാട് ടെക്നിക്കൽ സ്കൂളിൽ ആ, ഉദ്ഘാടനത്തിന് വിളിച്ചു. ആ. നമുക്ക് ഒരു അവാർഡ് കിട്ടിയ സമയത്തായിരുന്നു വിളിച്ചത്. ആ. അവിടെ പോയി നോക്കിയപ്പം ഞാനൊരു ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്ത സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, എല്ലാവരും ഒരു കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാ വീട്ടിലും കൃഷി ചെയ്യണം, എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞ കുട്ടി എന്നോട് ചോദിച്ചു, എല്ലാവരും കൃഷി ചെയ്താൽ ഈ സാധനമൊക്കെ എന്ത് ചെയ്യും നമ്മൾ? അത് ശരി. എല്ലാവരും കൃഷി ചെയ്താൽ എന്താണ് ഈ കൃഷിയൊക്കെ കൂടി എന്താവും? പച്ചക്കറികൾ തോനെ എല്ലാ വീട്ടിലായി കഴിഞ്ഞാൽ അത് വിൽപ്പന നടക്കുമല്ലോ. ചോദ്യം നല്ല ചോദ്യം. പക്ഷെ ഞാൻ ആ കുട്ടീനോട് ചോദിച്ച ചോദ്യം എന്താണ്, എല്ലാവരോടും പഠിക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരാകുമോ? ഇല്ലല്ലോ. ഇതില്ലാത്ത ആൾക്കാർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, ചെയ്യാത്ത ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോനെ അത് മനസ്സിലായില്ലേ? നമ്മൾ പഠിക്കാന്നല്ലേന്നും പറയും, എല്ലാരും പഠിക്കൂല. എല്ലാരും ഡോക്ടർമാരാവാന്ന് പറഞ്ഞാൽ എല്ലാരും ആവൂല. നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മുമ്പ് ഭക്ഷണം കഴിക്കണം, ബാക്കിയുള്ളത് ഉണ്ടാക്കാത്ത ആൾക്കാർക്ക് കൊടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അത് ആ കുട്ടിക്ക് മനസ്സിലായി. ആ കൊല്ലം അവിടെ നല്ലോണം കൃഷി അവിടെ നടന്നിട്ടുണ്ട്. ശരി. പുതിയ ആരെങ്കിലും വന്ന് ചോദിക്കാറുണ്ടോ ഈ പുതിയ സ്റ്റാർട്ടപ്പുമാരും എനിക്ക് കൃഷി ചെയ്യണമെന്നോ? ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനെയെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളായിട്ട് വരാറുണ്ടോ? തോന്നിയ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ഇപ്പം കുട്ടി കർഷകരായിട്ടുള്ള കുട്ടികൾ എമ്പാടും ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരിക, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും വരും. പക്ഷെ അവര് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ കൊല്ലം ചെയ്യാൻ വരൂല. എന്തുകൊണ്ട്? ഇതിൻ്റെ അകത്ത് അവര് അവന്റെ കയ്യിൽ നിന്നുള്ള പൈസ ചെലവാക്കി അങ്ങോട്ട് കൃഷി ചെയ്യും. കൃഷി ചെയ്ത് അതിനുള്ള ലാഭമോ ഈ മെനക്കെട്ടേ എന്നുള്ളതോ കിട്ടുന്നില്ല. അങ്ങനെയാകുമ്പോ അവര് മുരടിച്ച് പോവുക. പിന്നെ പോണ് ഇപ്പൊ പ്രകാശ് ചേട്ടന്റെ അഭിപ്രായത്തില് ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടതായി നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്നും ഒക്കെ? അവർക്ക് ഈ സാമ്പത്തിക സഹായങ്ങൾ നല്ലോണം കൊടുത്താൽ തന്നെ വിത്ത് കൊടുക്കണം, വളങ്ങൾ കൊടുക്കണം. ഒന്ന് വിത്ത് നല്ല വിത്ത് നോക്കിയിട്ട് എന്നെ ഹൈബ്രിഡ് വിത്തുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ പറയാം, പഴയ കാലത്ത് ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കേട്ടു, രാസവളം ഉപയോഗിക്കൂ, വിളവ് വർദ്ധിപ്പിക്കൂ എന്ന അന്നത്തെ പോസ്റ്റർ. എന്നിട്ട് നല്ലൊരു ഓർമ്മ ഉണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. രാസവളം ഉപയോഗിക്കും, വിളവ് വർദ്ധിപ്പിക്കൂ എന്നായിരുന്നു. ഇന്ന് ജൈവവളം ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ. അന്ന് ഏതൊക്കെയോ രാസവളത്തിന്റെ കമ്പനികൾ അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിനായാലും സാമ്പത്തിക സഹായം അവർക്ക് കൊടുത്ത് ഈ രാസവളങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കർഷകരെ നിർബന്ധിതരാക്കി അന്നത്തെ കാലത്ത്. ഞങ്ങള് അതുവരെയും ജൈവ കൃഷി ചെയ്തവരൊക്കെ കൂടി രാസവളം ഇട്ട് മണ്ണ് നാശാക്കി. ഇപ്പം മണ്ണ് നാശായത് ഇപ്പൊ നേരെ തിരിച്ചിട്ട് പറയുന്നു, മണ്ണ് നാശായി, നിങ്ങൾ രാസവളം ഉപയോഗിക്കേണ്ട, ജൈവവളം ഉപയോഗിക്കും. ഇത് രണ്ടും ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളെ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് കാർഷിക ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഓരോരോ കമ്പനികൾ പുതിയ പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരും, അവർക്ക് വേണ്ടിയിട്ട് ഇവര് നമുക്ക് അടിച്ചേൽപ്പിക്കുക. അതാണ് നമ്മൾ ഈ ഭൂമി നാശാക്കിയത്. ഇപ്പൊ സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിലില്ല. ഏറ്റവും തോന്നെ നമുക്ക് വേണ്ടത് സാധാരണ സൂക്ഷ്മ മൂലകങ്ങൾ. സൂക്ഷ്മ മൂലകങ്ങൾ ഇല്ലെങ്കിൽ തൈകളൊക്കെ മഞ്ഞളിപ്പ് പോവുക. അത് വരാൻ കാരണം തന്നെ രാസവളം തോന്നി ഉപയോഗിച്ചതുകൊണ്ട്. നമ്മള് ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന ഈ പഴയ കാലത്ത് നിന്ന് നമ്മള് ഇലകളൊക്കെ വെട്ടി, പിന്നെ മരത്തിന്റെ ഇലകളൊക്കെ വെട്ടിയിട്ടിട്ടാണ്. അത് സൂക്ഷ്മ ജീവികളൊക്കെ ഉണ്ടാവും. പിന്നെ വെച്ചാൽ കീടനാശിനികൾ അമിതമായ ഉപയോഗം, പിന്നെ ഫ്യൂരിഡാനൊക്കെ പോലുള്ള പല ഉപയോഗങ്ങളും വന്ന അതിൻ്റെ അകത്ത് മണ്ണിര, ഞണ്ട്, നമഞ്ചി, ഇങ്ങനെയുള്ള മണ്ണിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ മുഴുവൻ നശിച്ചു പോയി. അവര് മണ്ണിൽ നിന്ന് കഴിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യും, മണ്ണിലേക്ക് വേണ്ട സാധനം ഇങ്ങോട്ടും കൊടുക്കും. അതാണ് സൂക്ഷ്മവളങ്ങളായിട്ട് വരുന്നത്. അത് ഇല്ലാതായി ഇപ്പൊ. ആ മണ്ണിൽ ജീവിക്കുന്ന ജീവികൾ ഇല്ലാതെയായി ഇപ്പൊ. അതുകൊണ്ടായിരിക്കും ജൈവവളം പിന്നെയും വരേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പോയി. പ്രകാശേട്ടൻ വരുന്ന വഴിക്ക് പശുവിനൊക്കെ കണ്ടു. അപ്പൊ ഇതൊക്കെ പ്രകാശേട്ടന്റെ പശുക്കളാണോ? പശു ആദ്യം ഉണ്ടായിരുന്നു, നമുക്ക് കറവുള്ള പശുക്കൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കറവെടുക്കാൻ ലേശം ബുദ്ധിമുട്ട്, ഉരയ്ക്ക് സുഖമില്ലാതെയായി, ഉരവേദനയൊക്കെ വന്നതിനെ കൊണ്ട് കറവെടുക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ അതുമല്ല, രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് കഴിഞ്ഞ് അത് പാല് കൊടുത്ത് വരുമ്പോഴേക്ക് നമ്മളെ വയലിലെ പണി നടക്കൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പശു കുട്ടികളെ വാങ്ങുക, അതിനെ വലുതാക്കി പ്രസവിക്കാൻ കാലത്ത് വിൽക്കുകയാണ് ഇപ്പൊ ചെയ്യല്. നമുക്ക് ചാണകം വേണം, അതിന് വേണ്ടിയിട്ടാണ് പശുവിനെ ഇപ്പം നമ്മള് പോറ്റി കൊണ്ടുവരുന്നത്. ഈ പഞ്ചായത്തിലൊക്കെ ഭാഗമായിട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും പുതിയ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പഞ്ചായത്തില് ചെലവ്, കൃഷിക്കുള്ള ചെലവ് എന്നൊക്കെ പറയും. പഞ്ചായത്ത് ഫണ്ടുകൾ കുറവാണ്.
ഞാൻ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അധിക മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. അന്നേരം അതിലൊക്കെ പങ്കെടുക്കണേ എനിക്കറിയാം പഞ്ചായത്തിൽ എത്ര ഫണ്ടുകൾ ഉണ്ട് നീക്കി വെക്കുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് ഫണ്ട് ചുരുങ്ങിയ ഫണ്ടേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അന്ന് തെങ്ങിന് വളങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാല് സബ്സിഡി കഴിച്ച് അടക്കിയതിന് ആദ്യമൊക്കെ വേണ്ട ബാങ്കിൽ ഇപ്പൊ ഒന്നിച്ചടക്കണം. സബ്സിഡി കുറെ കഴിഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് വരിക ചെയ്യുക. അതൊരു കൃഷിക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ്. സബ്സിഡി കഴിച്ച് അടയ്ക്കാൻ വെച്ചാൽ ഒരു 1000 രൂപേന്റെ വെച്ചാൽ 500 രൂപ അടച്ച് നമുക്ക് വളം വാങ്ങി പോവാം. ഇപ്പൊ 1000 തന്നെ നമ്മൾ ആദ്യം കൊണ്ടുപോയി അടയ്ക്കാൻ തയ്യാറാവണം. ഈ കുറെ ഇപ്പൊ കർഷകര് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നൊക്കെ കുറെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പിന്നിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വരാൻ അതിന്റെ ആയിരിക്കില്ലേ കാരണം? അതെ, ഇപ്പം ഈ കാറ്റ് കാലാവസ്ഥ അപ്പം വാഴയൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് വാഴ ഒരു 10 മാസം നമ്മൾ അതിന് വളം ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് കൊല വെട്ടാൻ കുറച്ച് മുമ്പേ ആയിട്ടാണ് പൊട്ടിപ്പോവുക. കാറ്റ് വന്ന് പൊട്ടിപ്പോവുക. എന്നിട്ടിപ്പം ഒരു 1000 വാഴ വെക്കുന്ന ആളാന്ന് വെച്ചാല് ഒരു വാഴയ്ക്ക് ഒരു 250 രൂപ ഏറ്റവും ചുരുങ്ങിയത് ചെലവ് വരും. ഒരു വാഴയ്ക്ക് 1000 വാഴ വെക്കുന്നവന് 2 ലക്ഷം രൂപ നമുക്ക് പോവുക. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകുമ്പം അവന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് േക്കും ഈ കൃഷി ചെയ്തിട്ടുണ്ടാവും. അത് ഒറ്റയടിക്ക് പോകുമ്പോൾ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത ഇത് നഷ്ടപ്പെട്ടില്ലേ. അതാ കൃഷി അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവില്ല. അധികം ആൾക്കാരും ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന ഏറ്റവും തോനെ പാട്ടത്തിന് കൃഷി ചെയ്യുന്നില്ല. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് കുറവാണ്. ഏറ്റവും ഒക്കെ പാട്ടത്തിന്. ഈ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന പാട്ടം കൊടുക്കണം, ഈ ബാങ്കിലെ പൈസ അടക്കുകയും വേണം. ഇത് നഷ്ടപ്പെട്ടു പോയി അവൻ എന്ത് ചെയ്യുന്നുള്ള ഇനി മുന്നോട്ട് കൊണ്ടുപോകണം വെച്ചാലും പൈസ വേണം. അന്നേരം ഈ കടം വീട്ടാൻ കഴിയാതെയാകുമ്പോൾ അവന്റെ മനസ്സ് മാറി അവൻ ആത്മഹത്യ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കൂടുതൽ സാമ്പത്തിക പ്രോത്സാഹനങ്ങളാണ് കൃഷിക്കാർക്ക് വേണ്ടത്. എന്നാലേ അത് പുതിയ തലമുറ അതിലേക്ക് വരുള്ളൂ. തലമുറ വരണം വെച്ചാല് നമുക്ക് സാമ്പത്തിക സഹായം അത് കൃഷിഭവനിൽ കൂടി കൃഷി ചെയ്യുന്ന ആളെ തെരഞ്ഞെടുക്കുക. അല്ലാതെ മൊത്തത്തിൽ ഈ തൈകൾ കൊടുക്കുക ഇതൊന്നും കൊടുത്ത് എല്ലാവർക്കും തൈകൾ ഒരു 10 തൈ കൊടുത്തിട്ട് ഇവിടെ കൃഷി പ്രോത്സാഹനം ആവൂല. ഇന്നിപ്പം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് മുഴുവൻ 10 തൈകളൊക്കെ കൊടുക്കുക. എല്ലാവർക്കും അവിടെ വരുന്ന വരിക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ 10 തൈ കൊടുക്കും. കുറെ വിത്ത് ഒന്നിനും പറ്റാത്ത വിത്തുകളൊക്കെ ആയിരിക്കും വരിക. അതൊക്കെ കൊടുക്കുക. അതല്ല വേണ്ടത്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് കൃഷിക്കാരെ തെരഞ്ഞെടുത്ത് കൃഷിഭവനിലെ കൂടി നല്ല കൃഷിക്കാർ തോനെ ചെയ്യുന്ന ആളാരാന്ന് വെച്ചാൽ അവർക്ക് 1 ഏക്കർ ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. വളങ്ങളോ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുക. അല്ല 2 ഏക്കർ ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള അവർക്ക് കൊടുക്കുക. അത് തെരഞ്ഞെടുത്ത് കൊടുക്കുക. അല്ലാതെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ തൈകൾ കൊടുത്തിട്ട് ഇത് മുന്നോട്ട് പോകില്ല. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാല് ഒരു 5 സെന്റ് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു പാക്കറ്റ് വിത്ത് തന്നില്ലെങ്കിൽ 1 ഏക്കർ 2 ഏക്കർ ചെയ്യുന്ന എനിക്കൊന്നും ആവില്ല. അതല്ല വേണ്ടത്. നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് പോരാ. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃഷിഭവനിൽ കൂടി തെരഞ്ഞെടുത്ത് നല്ല കർഷകരെ ആരാച്ചാൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിളവ് ഉണ്ടാക്കി അത് പെട്ടെന്ന് നഷ്ടപ്പെട്ട അവൻ അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതിന് ഒരു നിശ്ചിത ഒരു ശതമാനം ഒരു ചുരുങ്ങിയ ഒരു പൈസ മാസത്തിൽ കർഷകനാണ് യഥാർത്ഥ കർഷകനാണെങ്കിൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട് 2000 രൂപ 6000 രൂപ വർഷത്തിൽ കിട്ടുന്നത്. അതേപോലെ കേരള സർക്കാരിന്റെ അടുത്തുനിന്നും ഒരു മാസത്തിൽ ഒരു ഇത്ര രൂപ എന്നുള്ളത് കൃഷിക്കാരനായിട്ടുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി. അതും കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പൊ 6000 കൊടുക്കുന്നത് തന്നെ കൃഷിക്കാരല്ല തോന്നിയ ആൾക്കാരും വാങ്ങുന്നത്. കൃഷി ചെയ്യാത്ത ആൾക്കാർ എമ്പാടും വാങ്ങുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി കൃഷി ചെയ്യുന്നവർക്ക് കൃഷിഭവനിൽ കൂടി തെരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കുക. അങ്ങനെയാകുമ്പോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യും. പ്രകാശന്റെ കുറെ ഇതുപോലെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അംഗീകാരങ്ങളെ കുറിച്ച് അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ 2011 ഞാൻ യുവ കർഷകനായിട്ട് വാഴ പച്ചക്കറി കർഷകനായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. 2011 പഞ്ചായത്ത് തല അവാർഡാണ് കിട്ടിയത്. പിന്നെ 2014 സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ കോഴിക്കോട് ജില്ലേന്റെ 2ാം സ്ഥാനം കിട്ടിയിരുന്നു. അത് ജൈവ കൃഷിക്കുള്ളതായിരുന്നു. അന്ന് ജൈവ കൃഷിയായിട്ട് ചെയ്തു. അന്ന് ജൈവമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും ജൈവമായിട്ട് ചെയ്ത് അവര് നോക്കി. പിന്നെ അതിപ്പോ ആർക്കും അറിയാത്ത കാര്യം, എനിക്കും അന്ന് ഒരു പരിചയമില്ലാത്ത എല്ലുപൊടി നമ്മൾ ജൈവമാക്കിയിട്ടാണ് കൃഷിഭവനിൽ എല്ലാവരും പറയാ. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ജൈവ ആണെന്നാണ് പറഞ്ഞത്. ഞാനും മനസ്സിലാക്കി അന്ന് ജൈവ കൃഷിക്ക് എല്ലുപൊടി ഇട്ടു. അങ്ങനെ ഈ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ ആൾക്കാർ വന്ന് ചോദിച്ചപ്പോ എന്തൊക്കെ ഇട്ടു എന്ന് ചോദിച്ചു. എന്തൊക്കെയാ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലുപൊടി ജൈവല്ല. അങ്ങനെ ആ കൊല്ലം എന്റെ അവാർഡ്
നഷ്ടപ്പെട്ട് പിന്നെ രണ്ടാമത്തെ കൊല്ലാണ് പിന്നെ എനിക്ക് ഇത് അത് കിട്ടുന്നത്. എല്ലുപടി ഒഴിവാക്കിയ ശേഷം എല്ലുപടി ഒഴിവാക്കി പിന്നെ 2 വർഷം കൂടിയും കൂട്ടി നമ്മൾ കഴിഞ്ഞേരാണ് അവര് എനിക്ക് ഈ 2014 അവാർഡ് വരുന്നത്. ശരി, എന്തായാലും അനുമോദനങ്ങൾ. അന്നേരം അത് കിട്ടി. 2014 അത് കിട്ടിയിരുന്നു. ഉം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്തിലെ പിന്നെ 2020ലാണ് എനിക്ക് പിന്നെ ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നുള്ള അതും കോഴിക്കോട് ജില്ലേന്റെ 2ാം സ്ഥാനം കിട്ടിയിരുന്നു. പിന്നെ പ്രോത്സാഹന പിന്നെ സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. അത് 15,000 രൂപ കിട്ടി. പിന്നെ ഇപ്പതാ ഈ കഴിഞ്ഞ ഇതില് 2024 പിന്നെ ജില്ലാ തലത്തിൽ തെരഞ്ഞെടുത്ത് സംസ്ഥാന തലത്തിലേക്ക് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനിപ്പം ബ്ലോക്കും കാർഷിക സർവകലാശാലയും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൂടി കൂടിയിട്ട് നമുക്കൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു മൊമെന്റോ തന്ന് ആദരിച്ചിട്ടുണ്ട് കുന്നമംഗലം ബ്ലോക്ക് തലത്തില്. ജില്ലാ തലത്തിൽ ഒരു അവാർഡും 2020 കഴിഞ്ഞാൽ അവാർഡുകൾ ജില്ലാ തലത്തിൽ അവാർഡ് കൊടുത്തിട്ടില്ല. എല്ലാ കൊല്ലം കൊടുക്കുന്നതായിരുന്നു, ഇപ്പൊ കൊടുക്കാതെയായി. അവാർഡിന്റെ കൂടെ സാമ്പത്തികമായിട്ട് പറഞ്ഞല്ലാതെ വേറെയും കിട്ടിയിട്ടുണ്ടോ? 2 പ്രാവശ്യം കിട്ടി. അത് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റേതും സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു. അതേപോലെ ജില്ലേന്റെ ഓണത്തിന് മുറം പച്ചക്കറി എന്നുള്ള അതിലും സാമ്പത്തിക സഹായം ഉണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് അവാർഡുകൾ ജില്ലാ തലത്തിൽ തെരഞ്ഞെടുക്കും, സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കും, അത് നടത്തും എന്നല്ലാതെ ജില്ലാ തലത്തിലെ അവാർഡുകളൊന്നും ഇപ്പം തരില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് സംസ്ഥാന അവാർഡിന് ഒരു അപേക്ഷ സമർപ്പിക്കണമെന്ന് വെച്ചാൽ 10,000 രൂപ അതിന് ചെലവാണ്. അങ്ങനെയാ കൊടുക്കുക. എന്നാലും നമുക്ക് ജില്ലാ തലത്തിലും കൂടി ഒരു അവാർഡുകൾ തന്നാലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ. കൃഷിയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. താല്പര്യം ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കഴിയും. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ആദ്യകാലത്തെ ഈ കൃഷി ചെയ്ത് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. ഒരു പശുവിനെ വളർത്തുന്ന ആളാണെന്ന് വെച്ചാൽ അതിനെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഒന്ന് വിറ്റ് ഒഴിവാക്കിയാലും പിന്നെയും തോന്നും എടുക്കണം. അതേപോലെ തന്നെ കൃഷിയും ചെയ്ത് പരിചയിക്കാൻ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടും. നമുക്ക് ഇതിൻ്റെ അന്ന് മറ്റൊരു ഇതിലേക്ക് തിരിയാൻ പറ്റാത്തൊരവസ്ഥ. അതിന് പ്രോത്സാഹനം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉഷാറായിട്ട് വരും. പിന്നെ നമുക്ക് സ്വന്തം സ്ഥലമല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പാട്ടത്തിന് കൃഷിയാണ് ചെയ്യുന്നത്. ഇപ്പൊ 2.5 ഏക്കറിൽ പാട്ടത്തിന് എടുത്തതാണ്. അങ്ങനെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് 10,60,000-70,000 രൂപ കൊല്ലത്തിൽ പാട്ടം കൊടുക്കണം. അതിപ്പം നമ്മള് ഒന്ന് ശരിയാക്കി എടുക്കുന്നത് കണിവെള്ളേരി കൂടിയാണ്. മറ്റുള്ള കൃഷിയൊക്കെ നഷ്ടപ്പെട്ടാലും കണിവെള്ളേരി നമുക്കൊരു ചെറിയൊരു നല്ലൊരു ഉണ്ട്. അതിലാണ് നമ്മള് ഇതൊക്കെ തരണം ചെയ്തു പോകാൻ സാധിക്കുന്നത്. പ്രകാശേട്ടാ, കുടുംബത്തിനെ കുറിച്ച് പറയാമോ? എന്തൊക്കെയാ അവരെ കൃഷിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ ഭാര്യ 2 മക്കളാണ്. മോള് നഴ്സിംഗിന് പഠിക്കുന്നു, മോൻ +1 ആണ്. ഭാര്യ കൃഷിയിലേക്കൊക്കെ കൂടും. നനയ്ക്കേണ്ട സമയം വരുന്ന സമയത്ത് കണിവെള്ളേരി ചെയ്യുമ്പോഴാണ് ഏറ്റവും തോന്നെ നന വരുന്ന സമയം. പിന്നെ അന്നേരം കുറച്ച് പച്ചക്കറികളും ഉണ്ടാവും. പച്ചക്കറി കുറവായിരിക്കും, കണിവെള്ളേരി ആയിരിക്കും ഏറ്റവും തോന്നെ ഉണ്ടാവുക. ആ സമയത്താണ് നമ്മൾ നനയ്ക്കാൻ ആളെ വേണം. മറ്റുള്ള പണിക്കൊക്കെ നമ്മൾ കായ പറിക്കുന്ന സമയത്തും കൈകൾ പറിക്കാനൊക്കെ ഭാര്യയും മക്കളും ഒക്കെ വരും. ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കും, സഹായിക്കും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമാണ്, അതിലൊക്കെ താല്പര്യമാണ്. ഇത് പിന്നെ കണിവെള്ളരിയൊക്കെ ആകുമ്പോൾ നല്ലോണം കായ, മഞ്ഞക്കായ, അതിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും. നമ്മളിവിടെ പ്രദേശത്തുള്ള ആൾക്കാർ കുറെ ആൾക്കാർ വരും. ഈ കണിവെള്ളരി പറിച്ചിങ്ങനെ കൂട്ടിയിട്ട് കണ്ടാൽ അതിൻ്റെ അകത്ത് ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കും. പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന പുതുമോടികൾ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ അങ്ങനത്തെ ആൾക്കാർ കുറെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മക്കള് എല്ലാരും സഹായത്തിനൊക്കെ ഉണ്ട്. പിന്നെ ഏട്ടന്മാരുണ്ടാവും. നമുക്ക് ആവശ്യം വരുന്ന സമയത്തും അവരെല്ലാരും വരും. പ്രകാശേട്ടാ, ഞങ്ങള് ഹാർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു NGOന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അതില് കുറെ ടെക്നിക്കൽ ബാക്കുള്ള ആൾക്കാരാണ് ഇതിന് സപ്പോർട്ടായിട്ടുള്ള നെറ്റ്വർക്ക് ആയിട്ടുള്ളത്. ടെക്നോളജിയിൽ പഠിക്കുന്നവരും അതുപോലെ NIT IIT നിന്നും പഠിക്കുന്നവരും അതിന് ജോലി ചെയ്യുന്നവരും ഒക്കെ ഞങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രകാശേട്ടൻ്റെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ കൃഷിയിൽ. പ്രകാശേട്ടൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ടെക്നോളജി പ്രകാശേട്ടന് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ആവശ്യമുണ്ടോ? അത് പ്രകാശേട്ടൻ എങ്ങനെയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്?
നമ്മളത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. എന്നാലും ഇപ്പം പുതിയ ഈ പന്നി ശല്യം മയിലിന്റെ ശല്യങ്ങളൊക്കെ വരുന്നത് അത് പല ലൈറ്റുകളുമായിട്ട് നമുക്കൊരു ക്ലാസ് കൃഷിമാരിൽ കൂടിയൊക്കെ ചെറിയ ക്ലാസ് അത് എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ വീഡിയോ കാണിച്ചിട്ടൊക്കെയാണ് നമുക്ക് തന്നത്. അത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ടുള്ള പന്നികളെ ഓടിക്കാനുള്ളതും പിന്നെ മയിലിനെ ഓടിക്കാനുള്ളത് പിന്നെ ശബ്ദം കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ പല രൂപത്തിലുള്ളത് ടെക്നോളജികൾ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് അന്നേരം അങ്ങനെയുള്ള സാങ്കേതിക ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ കൃഷിയിലേക്ക് വലിയ ഉപകാരപ്പെടും. അതായത് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. IIM ഒരു ബാച്ച് കുട്ടികൾ ഇവിടെ വന്നിരുന്നു. IIM നമ്മളെ ഒരു സൊസൈറ്റി ഉണ്ട് കുന്നമംഗലത്ത്. അതിന്റെ യൂണിറ്റ് ഇവിടെ തന്നെയാണ്. വെളിച്ചെണ്ണ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ്. അവിടേക്ക് അവരുടെ IIM എന്നുള്ള കുട്ടികളെ സപ്പോർട്ട് നമുക്കുണ്ട്. അവരിവിടെ കൃഷിയിടത്തിൽ വന്ന് അവരും വന്നിട്ട് ഇവര് പല കാര്യങ്ങളും ഇതേപോലെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ശബ്ദങ്ങൾ കൊടുത്തിട്ട് ഈ മയില് പന്നിയൊക്കെ ഒഴിവാക്കാനുള്ള ഇതൊക്കെ ചെയ്തു തരാൻ കഴിയും എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ സാമ്പത്തികമാണ് നമ്മളെ ഏറ്റവും വലിയ പ്രധാനം. അതും കൂടി കൂട്ടി യോജിപ്പിച്ച് അവർക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ഹാർട്ടിറ്റ്യൂഡിന്റെ ഭാഗത്തുനിന്ന് പ്രകാശ് ചേട്ടന് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ ഇന്ന് കർഷക ദിനമാണ്. അപ്പോൾ പ്രകാശ് ചേട്ടന് പുതിയ കർഷകരോടോ അല്ല കൂടെയുള്ള കർഷകർ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? സന്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കൃഷി ചെയ്യണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും തോന്നെ കൃഷി ചെയ്താൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു 2 മുളകിന്റെ തയ്യെങ്കിലും ഒരു വെണ്ടേന്റെ തയ്യെങ്കിലും നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണം നല്ല ഹെൽത്തി ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യണം. അതിന് തയ്യാറായി ചളിയോ മഴയോ വെയിലോ ഒന്നും നോക്കി നിൽക്കാതെ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. എന്നാലേ നമ്മളെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുള്ളൂ. നമുക്ക് മക്കൾക്കും അത് അറിവ് കൊടുത്ത് അവരെ ആ ചെറുപ്പത്തിൽ മുതൽ തന്നെ എന്തെങ്കിലും മുളകിന്റെ തൈയെങ്കിലും നട്ട് പിടിപ്പിച്ച് അത് വളർത്തി വലുതാക്കി അത് സന്തോഷം വേറെയുണ്ട്. ഒരു തൈ നട്ട് അത് ഒരു കായ കിട്ടിയാന്ന് വെച്ചാലും അത് ഉണ്ടായി വരുന്ന നമുക്കൊരു പ്രത്യേക സന്തോഷങ്ങളുണ്ട്. അത് ചില കുട്ടിക്ക് നല്ല സന്തോഷത്തോടുകൂടെ അവന്റെ മനസ്സ് ഇപ്പൊ ഞാൻ പറയാ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് പലർക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ മനസ്സ് നല്ല ഒരു എന്താ പറയാ ഒരു ഉള്ളിലൊക്കെ നല്ലൊരു തെളിഞ്ഞുകൊണ്ട് വരും. അതൊക്കെ വരണം വെച്ചാൽ ഈ കൃഷി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. അത് ചെയ്യുക തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ സ്ഥലം പരിമിതിയുള്ള വീട്ടിലെ കൃഷി അടുക്കള കൃഷി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥല പരിമിതി ഉള്ളവർക്ക് എങ്ങനെയുള്ള കൃഷി ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റും? അതിന് ഈ ഗ്രോ ബാഗിലാക്കിയിട്ട് വെക്കാൻ സാധിക്കും. ഗ്രോ ബാഗിലാക്കി വെക്കാം. നമ്മളിപ്പോ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചെയ്യാം. അത് ചാക്കിൻ്റെ അകത്താക്കിയിട്ട് ചാക്കിൻ്റെ അകത്ത് ചകിരി ചോറോ അല്ലെങ്കിൽ ചവലകളൊക്കെ അല്ലേ ഇലകളൊക്കെ അതൊക്കെ നിറയ്ക്കുക. എന്നിട്ട് അതിന് തുളട്ടിട്ട് അതിൽ വിത്ത് പാകി കൊടുക്കുക. എന്നാൽ സൈഡിലേക്ക് മുള വന്നിട്ട് അത് കുറഞ്ഞ സ്ഥലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ ചട്ടിയിൽ നമ്മളെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുക, ടെറസിന്റെ മുകളിൽ ചെയ്യുക. ഇതൊക്കെ പക്ഷെ വെള്ളം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും തോനെ വെള്ളം വേഗം തോനെ വേണം ആ കൃഷിക്ക്. നമ്മൾ വയലിൽ ചെയ്യുന്ന പോലെയല്ല, എല്ലാ ഭാഗത്തും ചൂടെത്തും ഗ്രോ ബാഗ് ചെയ്യും. അതായത് രാവിലെയും വൈകുന്നേരം വെള്ളം വേണം. എന്നിട്ട് അത് തുള്ളി ജലസേചനമായിട്ട് കൊടുക്കാനുള്ള ട്രിപ്പിഫിക്കേഷനോ തുള്ളി ജലസേചനമായിട്ട് കൊടുക്കാനുള്ള സജ്ജീകരണം കൂടി നിൽക്കണം. അല്ലെങ്കിൽ കുപ്പി നമുക്ക് ഇഷ്ടം പോലെ കുപ്പികൾ ഇപ്പൊ കിട്ടാനുണ്ട്. ആ പ്ലാസ്റ്റിക് കുപ്പിക്ക് ചെറിയൊരു ധാര ഇട്ടിട്ട് അതിൽ കൂടി വെള്ളം കൊടുത്താലും നമുക്ക് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. എല്ലാ കുട്ടികളും എല്ലാ വീട്ടിലും കൃഷി ചെയ്യുക. അത് തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സന്തോഷം. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച പ്രകാശ് ചേട്ടനും കുടുംബത്തിനൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കും. ഓക്കെ.